അത് നൽകിയിരുന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവ് ആണ്. എച്ച് ഹഫീസായിരുന്നു പരാതിക്കാരൻ. ഇപ്പോൾ പരാതിക്കാരൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഹഫീസ്, നിലവിൽ ഈ അന്വേഷണവും കേസുമൊക്കെയായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നതാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം. അല്ല, അത്തരമൊരു വിവരം അഭിലാഷ് എന്നെ ഇതുവരെ അറിയിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ ഞാൻ അല്പം മുമ്പ് നിങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസ് എഴുതി കാണിക്കുന്നത് കണ്ടു, കോൺഗ്രസ് നേതാക്കൾക്ക് പരാതിയില്ല എന്ന്. പിന്നെ പരാതിക്കാരന് പരാതിയില്ല, പിന്നെ എനിക്കാണോ പരാതി? അവിടെ ഒരു ക്രൈം നടന്നു എന്ന ഉത്തമ ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ പരാതി നൽകിയത്. അത് കേരള കോൺഗ്രസ് എമ്മുമായി കൂട്ടിക്കുഴക്കേണ്ട, അതായത് വ്യക്തിപരമായ ഒരു പരാതിയായിരുന്നു. പിന്നെ ഞാനൊരു കേരള കോൺഗ്രസ് പ്രവർത്തനത്തിന് ഭാരവാഹിത്വം ഉള്ളതൊക്കെ കൊണ്ടതാണ് നിങ്ങൾ കേരള കോൺഗ്രസ് നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. അപ്പൊ ഇതിന് ഞാൻ വ്യക്തിപരമായി കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ എന്റെ ഉയിര് പോയില്ലല്ലോ എന്ന് അദ്ദേഹം ഭയക്കുന്നു. കെ സുധാകരൻ ഭയന്ന് വിളിക്കുന്ന ശബ്ദം നിങ്ങളുടെ തന്നെ ചാനലിൽ പുറത്തു വന്നു. അതോടൊപ്പം തന്നെ അവിടെ അദ്ദേഹത്തിന്റെ അധികാര അതിർത്തിയിൽ, അത് KPCC ഓഫീസായാലും അദ്ദേഹത്തിന്റെ ഭവനമായാലും ഡൽഹിയിലെ നർമ്മദ ഫ്ളാറ്റ് ആയാലും അവിടെയൊക്കെ കടന്ന് കൂടോത്രം ചെയ്തതായിട്ടുള്ള വിഷ്വൽസ് പുറത്തു വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ തന്നെ സന്തത സഹചാരി പേഴ്സണൽ സ്റ്റാഫ് അംഗമായ വിപിൻ മോഹൻ ഇക്കാര്യം ഓൺ ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ ചാനലിൽ തന്നെ അദ്ദേഹത്തിന്റെ ബ്രേക്കിംഗ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവത്തിൽ അവർക്ക് പരാതി ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും ഭയക്കുന്നത് സുധാകരൻ ആരുടെയോ തടവറയിലാണ്, അല്ലെങ്കിൽ അദ്ദേഹം ആരെയോ ഭയക്കുന്നു എന്നുള്ളതാണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് അന്വേഷണം തുടരുന്നു എന്നാണ് എന്നെ അറിയിച്ചിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ദിവസവും മ്യൂസിയം സർക്കിൾ ഇൻസ്പെക്ടർ ശ്യാം എന്നെ വിളിച്ച് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ വിപിൻ മോഹന്റെ മൊഴി ഇന്നോ നാളെയോ എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ ഇങ്ങനെ ട്വിസ്റ്റുണ്ടായ കാര്യം നിങ്ങളുടെ ചാനലിൽ കൂടി അറിയുന്നു. ഏതായാലും എന്റെ വിശ്വാസം ഈ കേസ് അവസാനിപ്പിക്കുന്നത് സുധാകരൻ ഭയന്നിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ ഭയപ്പെടുത്താൻ ഞാനില്ല എന്നുള്ളതാണ്. അതായത് വേറെ നിയമ നടപടികളിലേക്കൊന്നും താങ്കൾ പോകുന്നില്ല? ഇല്ല, കാരണം ഇപ്പൊ അഭിലാഷിനെ എന്നെ ഒരാളെ ആക്രമിക്കാൻ വന്നാൽ എനിക്കോ അഭിലാഷിനെ പരാതി ഇല്ല എങ്കിൽ പോലും മൂന്നാമതൊരാൾ ഡാൻ കുര്യൻ തന്നെ കൊണ്ട് പരാതി കൊടുക്കുന്നു. അപ്പോൾ ഞാനും അഭിലാഷം ചെന്ന അന്വേഷണ ഉദ്യോഗസ്ഥനോട് എനിക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യാനാണ്? അത് ഏത് കോടതിക്ക് വേണ്ടി പോയാലും വിലപ്പോവില്ല. പക്ഷെ ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് എന്റെ അറിവ്. ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയ വിപിൻ മോഹനെ ഇന്നലെയോ ഇന്നോ നാളെയോ പോലീസ് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നമ്പറിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ പിന്നെ ഇതിനിടയ്ക്ക് സുധാകരന് പരാതി ഇല്ല എങ്കിൽ എനിക്കും പരാതിയില്ല. പക്ഷെ അദ്ദേഹം ആരെങ്കിലും ഭയന്നാണോ ഈ പരാതിയിൽ നിന്ന് മാറുന്നതെന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ്. ശരി, വളരെ നന്ദി ശ്രീ ഹാഫിസ് ഞങ്ങളോട് പ്രതികരിച്ചത്.